എനിക്ക് മനസ്സിലായി. മിടുക്കി. എന്നാ പാല് നീ കുടിച്ചോ, എന്നിട്ട് മാളുവിന്റെ മുറിയിലേക്ക് പോയിക്കോ. പിന്നെ മാളുവിനോട് ഇതൊന്നും പറയണ്ട കേട്ടോ. ശരി, ഞാനിത് അടുക്കളയിൽ കൊണ്ട് തിരിച്ചു വെച്ചോളാം. ഗൗരി, നീ അല്ലാതെ മറ്റൊരു പെണ്ണും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചിരുന്നതാ. എന്നിട്ടും ആളുവിനൊരമ്മ വേണമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഞാൻ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയ ശ്രേയെ വിവാഹം കഴിക്കാൻ തയ്യാറായത്. പക്ഷേ അതൊരിക്കലും എൻ്റെ മനസ്സ് അംഗീകരിച്ചിരുന്നില്ല. മാളുവിനും ശ്രേയെ അമ്മയായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതൊക്കെ കൊണ്ടാണ് ശ്രേയ സ്വയം വേണ്ടാന്ന് വെച്ച് പോകട്ടെന്ന് കരുതി ഞാൻ പല നിബന്ധനകളും വെച്ചത്. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല. ശ്രേയ പോയില്ല, അത് വിവാഹത്തിലേക്ക് നീളുകയും ചെയ്തു. അതിനിടയിൽ ഗംഗയും മാളും തമ്മിൽ അടുത്തു. അവരുടെ സ്നേഹം കണ്ട് ഗംഗ എൻ്റെ മനസ്സിലും സ്ഥാനം പിടിച്ചു. അറിയാതെ ഞാനും അവളെ സ്നേഹിച്ചു തുടങ്ങി. എങ്കിലും താലി കെട്ടാൻ ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതല്ല. അത് സംഭവിച്ചു പോയതാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. അത് നീ അറിയണം ഗൗരി. നിന്നെ അല്ലാതെ മറ്റാരും എനിക്കത് ബോധിപ്പിക്കാനില്ല. ഞാൻ ശ്രേയെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ മോൾക്ക് എന്തെങ്കിലും പറ്റിയേനെ. അവൾ നമ്മുടെ കൈവിട്ട് പോയേനെ. കാരണം ഗംഗയെ അവൾ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. കാരണം നിന്റെ സ്ഥാനത്ത് അവളുടെ അമ്മയായി ഗംഗയെ മാത്രമേ സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞെന്നുള്ളൂ. മഹിയുടെയും ഗംഗയുടെയും ജാതക പൊരുത്തം നോക്കിയിട്ടില്ല. നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചാ അതിനെന്തെങ്കിലും ദോഷമുണ്ടോന്ന് നമുക്കറിയില്ല. എങ്കിലും ജാതകപ്പൊരുത്തം നോക്കി ശാന്തി മുഹൂർത്തെങ്കിലും ദോഷമില്ലാത്തൊരു ദിവസത്തിലേക്ക് ആക്കുന്നതാവും നല്ലത്. എന്താ മോളെ? ഗംഗ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഞാൻ എവിടെയൊക്കെ തിരക്കി. ഇതെന്താ വരാത്തത്? അച്ഛൻ ഇവിടെ കാത്തിരിക്കുക. പാലെടുത്തോണ്ട് വേഗം വാ ഗംഗേ. ശ്രീ മഹേശ്വര, ഞാൻ മാളുവിനോട് എന്ത് പറയും? എങ്ങനെ മാളുവിനെ സമാധാനിപ്പിക്കും? വാ ഗംഗേ. മാള് പൊക്കോ. ഞാനിന്ന് മാളുവിന്റെ മുറിയിലാ കിടക്കുന്നത്. അതെന്താ? ഇനി മുതൽ അച്ഛന്റെ അടുത്തല്ലേ ഗംഗ ഉറങ്ങേണ്ടത്? അങ്ങോട്ട് പാലും കൊണ്ട് പോയേണ്ടതല്ലേ? അതെന്താ പോവാത്തെ? അതൊന്നും
കൊച്ചുകുട്ടികൾക്ക് അറിയില്ല. ഞാൻ മാളുവിന്റെ അമ്മയായിട്ട് മാളുവിന്റെ കൂടെ കിടന്നോളാം. അതല്ല ഗംഗേ. മാളു നല്ല കുട്ടിയല്ലേ, ഞാൻ പറയുന്ന അനുസരിക്ക് കേട്ടോ. ഗംഗയ്ക്ക് അച്ഛനോട് ഇപ്പോഴും ദേഷ്യാണോ? അതാണോ ഗംഗ അച്ഛൻ്റെ അടുത്ത് പോവാത്തത്? ഗംഗ ഈ വീട്ടിൽ നിന്ന് പോയ ദിവസങ്ങളിലെ ഗംഗയുടെ അസാന്നിധ്യം പോലും മാളുവിന് താങ്ങാൻ സാധിക്കുന്നതായിരുന്നില്ല. അന്നെല്ലാം അവൾക്ക് വയ്യാതാവുകയും ഹോസ്പിറ്റലിലാവുകയും ഒടുവിൽ ഞാൻ തറവാട്ടിൽ ചെന്ന് ഗംഗയെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ മാത്രം അസുഖം ഭേദമാവുകയും ചെയ്തിരുന്നു. ഗംഗയോട് വരാൻ പറ. ഗംഗേ, മാളു, എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയത്? ഞാൻ പോയതല്ലല്ലോ, എന്നെ പറഞ്ഞു വിട്ടതല്ലേ. അങ്ങനെയുള്ള മാളു ഗംഗ എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് മറ്റൊരാളെ വിവാഹം കഴിച്ചു പോയാൽ എങ്ങനെ സഹിക്കും? അവളുടെ കരഞ്ഞ മുഖം എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ശ്രേയയുടെ കഴുത്തിൽ ഞാൻ കെട്ടാനെടുത്ത് താലി നോക്കി മാളു നിസ്സംഗയായി നിന്ന് നോക്കിയ നോട്ടം എൻ്റെ നെഞ്ചിൽ കൊളുത്തി വലിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഗംഗ നകുലൊരു കുറ്റവാളിയാണെന്ന് എനിക്കുറപ്പാണ്. പല സന്ദർഭങ്ങളിൽ ഈശ്വരനായിട്ട് അതെനിക്ക് കാണിച്ചു തന്നതുവാ. നിർഭാഗ്യവശാൽ എനിക്കത് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കാൻ സാധിച്ചില്ല. ഗംഗയെപ്പോലെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം അവനെപ്പോലെ ഒരു ക്രിമിനലിന്റെ കയ്യിൽപ്പെട്ട് തകരാതിരിക്കാനാണ് ഞാൻ ഗംഗയെ രക്ഷിക്കാൻ ശ്രമിച്ചത്. അതിന് അവളുടെ കഴുത്തിൽ താലി കെട്ടുകയല്ലാതെ ഞാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി ഞാൻ എന്നാലാവുന്നതെല്ലാം ശ്രമിച്ച് തോറ്റുപോയായിരുന്നു. എന്റെ ആഗ്രഹം നടക്കില്ലെന്ന് കരുതി ഞാൻ ആകെ തളർന്നു പോയി. അവിടെ മഹീട്ടൻ ജയിച്ചു, എന്നെ ജയിപ്പിച്ചു. എന്റെ ആഗ്രഹം നടന്നു. ഇനിയുള്ളത് നിങ്ങളുടെ ജീവിതം. മഹിയേട്ടനും ഗംഗയും മാളവും ഒന്നിച്ചുള്ള ജീവിതം. സന്തോഷമായി നിങ്ങൾ ജീവിക്കണം. ഇനി ഈ മുറിയിലേക്ക് ഞാൻ വരില്ല. നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളുടെ ഈ സ്വർഗം ഇനി നിങ്ങൾക്കുള്ളതാ. ഞാൻ ആഗ്രഹിച്ചത് നടന്നു. ഇനി എനിക്ക് കുറച്ച് ജോലികൾ കൂടി ബാക്കിയുണ്ട്. ഈ വീട്ടിലുള്ളവർ ഈ വിവാഹത്തെ അംഗീകരിച്ചിട്ടില്ല. അവർ ഈ ബന്ധം തകർക്കാൻ ശ്രമിക്കും.
അത് തടയാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് കാവലായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അവരുടെ ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഈ കൈലാസത്തിൽ. എന്നാലും ഇവരുടെ കള്ളക്കളിയിൽ നീ വീണു പോയല്ലോ ഗംഗെ. മഹിയേട്ടൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തി. നിങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ പോലും സമ്മതിച്ചില്ലല്ലോ. പക്ഷേ അവരുടെ ചതിയിൽ നീ പെട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ഗംഗെ. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പേടിക്കണ്ട മാളു, മാളു പേടിക്കണ്ട. മാളു, മാളു ഞാനിവിടെ ഉണ്ടല്ലോ. മാളു, മാളു പേടിക്കല്ലേ. എന്താ എന്തു പറ്റി? എനിക്ക് ഇടിമിന്നല് പേടിയാ. അച്ഛൻ ഇവിടെ ഇരിക്കോ? എന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നാലും അച്ഛൻ ഇവിടെ ഇരുന്നാലും എന്റെ പേടി മാറൂ. അച്ഛൻ എന്റെ കൂടെ ഇവിടെ കിടക്കാവോ? എവിടെ പോവാ? മാളു അച്ഛൻ്റെ കൂടെ കിടന്നോ, ഞാൻ അപ്പുറത്തെ ഹാളിൽ കിടന്നോളാം. അതെന്തിനാ? ഗംഗ ഇവിടെ എന്റെ കൂടെ കിടക്ക്. എനിക്ക് അച്ഛനെ ഗംഗയുടെ നടുക്ക് കിടക്കണം, എന്നാലേ പേടിയില്ലാതിരിക്കൂ. അത് ഞാൻ മാളുവിന്റെ അടുത്ത് കിടക്ക്. വാ ഗംഗേ.
ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളി പോ നുകർന്നിടുവാനാ പറന്നെത്തി ഞാൻ. അലരേ നീ എന്നിലെ ഒളിയായി മാറിയിടുമോ പിരിയാതെ നിന്നുവേ ജീവനേ ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും നിന്നുമേ സിന്ദൂരം പടർന്നിരിക്കുന്നു. ആ, ഞാനത് ശരിയാക്കി. ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ ഗംഗേ ആ, മാളു ഉണർന്നോ? ഉണർന്നല്ലോ. മഹേട്ടാ, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. ശരി. നിങ്ങൾ ഇന്നലെ ഒരുമിച്ച് ഈ മുറിയിലാണ് കിടന്നത്? അതെ. ഇന്നലെ ഇടിയും മിന്നലും വന്നപ്പോ മാളുവിന് പേടിയായിട്ട് മഹിയേട്ടനെ വിളിച്ച് കിടത്തിയതാ. ഞാൻ എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചപ്പോ എന്റെ മഹേട്ടന്റെ നടുക്ക് കിടന്ന് മാളുവിന് ഉറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ കിടന്നതാ. ഞാൻ പോയി മഹേട്ടന് ചായ എടുക്കട്ടെ. ഇത്രയൊക്കെ ആന്റി ലോക്ക് ഇട്ടിട്ടും അവരൊരുമിച്ച് കിടന്നു. ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും.